ഞങ്ങളെ സംബന്ധിച്ച് ഇത് രാഷ്ട്രീയത്തെ രാഷ്ട്രീയപരമായിട്ടാണ് കാണുന്നത്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്ന ഒരു അവിശ്വാസ പ്രമേയമാണ്. UDF ചെയർപേഴ്സൺ ദിയാബിനു പുളിക്കക്കണ്ടം കഴിഞ്ഞ 7 മാസക്കാലമായി ചെയർപേഴ്സണായിട്ടിരുന്നത് സ്വതന്ത്ര കൂട്ടായ്മയുടെ ചെയർപേഴ്സണായിട്ടല്ല, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ UDFൻ്റെ ചെയർപേഴ്സണായിട്ടാണ് ഇരുന്നത്. അപ്പോൾ UDF നേതൃത്വം ആണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത്, ഞങ്ങളോട് ഇന്ന് അവിശ്വാസത്തെ ഫേസ് ചെയ്യാൻ പറഞ്ഞത്. UDF നേതൃത്വം വിപ്പ് കൊടുത്തു. അത് കോൺഗ്രസിൻ്റെ 2 കൗൺസിലർമാരും ജോസഫ് ഗ്രൂപ്പിൻ്റെ 3 കൗൺസിലർമാരും KDPയുടെ ഒരു കൗൺസിലറും ഞങ്ങൾ 3 സ്വതന്ത്ര കൗൺസിലർമാരും പൂർണ്ണമായി അംഗീകരിച്ചു. അപ്പോൾ ഇത് ഇടതുപക്ഷ ജനാധിപത്യത്തിന് കൊണ്ടുവന്ന അവിശ്വാസത്തെ UDF നേരിട്ടു. കോൺഗ്രസിൻ്റെ വിമതരാണ് ഇതിന് അവിശ്വാസത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തത്. അല്ല, അതിൻ്റെ അകത്ത് ഒന്ന് പറഞ്ഞോട്ടെ ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ടല്ലോ. കാരണം കോൺഗ്രസിൻ്റെ വിപ്പ് കൊടുത്ത് അംഗീകരിക്കുന്നവരാണോ അംഗീകരിക്കാത്തവരാണോ വിമതർ? ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവല്ലേ. മണ്ഡലംഗം ഒരു ഞാൻ ചോദിക്കട്ടെ, ഏതൊരു പ്രസ്ഥാനത്തിലും ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ഒത്തിരി കഴിഞ്ഞ 25 വർഷമായി കൗൺസിലറാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വിപ്പ് കൊടുക്കുന്നത് ആരാണ്? അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നയങ്ങൾ പ്രഖ്യാപിക്കേണ്ടത് ആരാണ്? അതിൻ്റെ നേതൃത്വമാണ്. ആ നേതൃത്വം വിപ്പ് കൊടുത്തു. അപ്പോൾ ആ വിപ്പ് കൊടുക്കുമ്പോൾ മറ്റ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തർക്കങ്ങളോ നിങ്ങൾ മുമ്പ് സൂചിപ്പിച്ച വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു പാർട്ടി അത് വിപ്പ് കൊടുക്കുമ്പോൾ ചിഹ്നം കൊടുത്ത ആളാണ് വിപ്പ് കൊടുക്കുന്നത്. ചിഹ്നം കൊടുത്തുകൊണ്ടല്ലേ കോൺഗ്രസിൻ്റെ കൗൺസിലർമാരും അല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പ് എല്ലാ കൗൺസിലർമാരും ആകുന്നത്. അപ്പോൾ ജോസഫ് ഗ്രൂപ്പിൻ്റെയൊക്കെ ഏറ്റവും ഉന്നതനായ നേതാവ് PJ ജോസഫ് സാറാണ് വിപ്പ് കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിന് അതിന് അധികാരപ്പെട്ട ആൾ നാട്ടക സുരേഷാണ്, DCC പ്രസിഡന്റാണ്. അദ്ദേഹം ഇന്നലെ നിങ്ങളോട് മാധ്യമങ്ങളോട് തന്നെ പറഞ്ഞല്ലോ വിപ്പ് കൊടുത്തെന്ന്. അപ്പോൾ താഴേക്കടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, എല്ലായിടത്തും ഉണ്ടാകാം. പക്ഷേ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നേതൃത്വം ഒഫീഷ്യലായിട്ട് അവരുടെ KPCC പ്രസിഡന്റിൻ്റെയും ഞങ്ങൾക്ക് നേരിട്ടറിയാവുന്നതുകൊണ്ട് തന്നെ പറയുന്നു, ആരാധനായ മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഒക്കെ ഉൾപ്പെടെയുള്ള നിർദ്ദേശം അനുസരിച്ചാണ് വിപ്പ് നൽകിയതും. അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് വിമതർ. അല്ല, അത് അവർ സംഘടനാപരമായ കാര്യമാണ്, സ്വീകരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അല്ലെങ്കിൽ DCC പ്രസിഡന്റിനെ പോലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു MLA കൂടിയാണ് അദ്ദേഹം പരസ്യമായി മീഡിയയോട് പറഞ്ഞ കാര്യമാണ് കോൺഗ്രസിൻ്റെ കെട്ടുറപ്പിനെയും അതിൻ്റെ സംഘടനാപരമായ രീതികളെക്കുറിച്ചൊക്കെ. അപ്പോൾ തീർച്ചയായും നടപടികളിലേക്ക് പോകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അല്ല, എനിക്ക് അതിനെപ്പറ്റി പറയാൻ അറിയത്തില്ല. കാരണം ഇതിൻ്റെ പൊളിറ്റിക്കൽ ഇക്വേഷൻ എന്താണെന്ന് പറയാൻ അറിയത്തില്ല. രാഹുൽ ഗാന്ധിയുടെ ഒപ്പം നിൽക്കുന്നതാണ് കേരള കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ആയിരിക്കും, ആയിരിക്കും. ചിലപ്പോൾ അങ്ങനെയാണെങ്കിലും ഇനി വരും കാലങ്ങളിലൊന്നും പാലായിൽ തെരഞ്ഞെടുപ്പ് പോലും കാണത്തില്ലായിരിക്കാം. ഞാൻ അത്രയ്ക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊരു രാഷ്ട്രീയ പാരമ്പര്യം എനിക്കില്ല. ചിലപ്പോൾ അടുത്ത വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസും എല്ലാം കൂടെ ഒന്നിച്ചാൽ പാലായിൽ തെരഞ്ഞെടുപ്പ് പോലും കാണത്തില്ല. അതിൽ നമ്മളെല്ലാവരും ഉള്ളപ്പോൾ നമുക്ക് കാണാം. അതിനെപ്പറ്റി ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ ഞാനാണ്. ഞങ്ങൾ 3 പറയാതെ ഞങ്ങൾ സ്വതന്ത്ര കൂട്ടായ്മ ഞങ്ങൾ 9 പേരുണ്ട്. 9 പേര് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞങ്ങൾ 9 പേരുണ്ട്. അത് വടംവലി ഒന്നുമല്ല, ശക്തി പരീക്ഷണമല്ല. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് പോകുന്ന 9 പേര്. ഞങ്ങൾ ആ 9 പേര് ഞങ്ങൾ UDF അല്ല. അത് സംസാരിക്കും. കോൺഗ്രസിന്റെ അഭിമാനം സംരക്ഷിക്കാനാണ് ഞങ്ങൾ ഈ വോട്ട് ചെയ്തതെന്നാണ് അവർ പറയുന്നത്. ഒരു കാര്യം ഇവിടെ കൂട്ടിച്ചേർത്ത ചോദ്യത്തിനൊപ്പം ഒരു കാര്യം അവർ പറയുന്നത് അവർക്കാർക്കും വിപ്പ് കിട്ടിയില്ല എന്നുള്ളതാണ്. വിപ്പ് കിട്ടിയിരുന്നു. എനിക്ക് വിപ്പ് കിട്ടിയിരുന്നു. ഞാൻ സൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തിരുന്നു. വാട്സാപ്പിലും അയച്ച് കിട്ടിയിരുന്നു. പേപ്പർ മെറ്റീരിയലായിട്ടും കിട്ടിയിരുന്നു. ആ വിപ്പിനനുസരിച്ചാണ് ഞങ്ങൾ നിൽക്കുന്നത്. DCC പ്രസിഡന്റ് നാട്ടം സുരേഷ് MLA തന്ന വിപ്പിനോടനുബന്ധിച്ച് തന്നെയാണ് ഞങ്ങൾ തീരുമാനമെടുക്കുകയും ചെയ്തത്. ഞാനും റിയായും അതിനനുസരിച്ച് നിന്നു. മറ്റുള്ളവർ ആ വിപ്പ് കിട്ടിയില്ല എന്നുള്ളൊരു തൊടി ന്യായം പറഞ്ഞ് വീടുകളിൽ നിന്ന് മാറി നിന്നൊക്കെയാണ് അവരത് ഒഴിവായെന്ന് പറയുന്നു. പക്ഷേ ആ വിപ്പ് ഏത് രീതിയിലാണോ ഇവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ചുള്ള നടപടികൾ DCCയിൽ നിന്നും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഔദ്യോഗികമായിട്ട് തന്നെ. കാരണം നേതൃത്വം പറഞ്ഞിരുന്ന ഒരു കാര്യത്തിലേക്ക് അത് അനുസരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഔദ്യോഗികമായിട്ട് ഞാൻ തന്നെ നിൽക്കുന്നതാണ് ഞാൻ പറയുന്നത്. കോൺഗ്രസിന്റെ അഭിമാനം രക്ഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ നേതൃത്വം പറയുന്ന ഒരു വിപ്പ് ലംഘിച്ചുകൊണ്ട് പോകുന്നതാണ് കോൺഗ്രസിന്റെ അഭിമാനം രക്ഷിക്കുന്നത്. അതിന്റെ അകത്ത് തന്നെ
അത് എല്ലാവരും കൂടി വിളിച്ചു വരുത്തുകയും ചെയ്തു. ഞാൻ അതിൻ്റെ അകത്ത് വിരുദ്ധാഭിപ്രായം പറഞ്ഞു, പലരും അതിൻ്റെ അകത്ത് വിരുദ്ധാഭിപ്രായം പറഞ്ഞവരുണ്ട്. അത് പൊതുവായ ഒരു കാര്യം വരുമ്പോൾ എല്ലാവരും അതിൻ്റെ അകത്ത് ഒപ്പിടും. പക്ഷേ അത് ഒരു മണ്ഡലം കമ്മിറ്റിക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ഡലം കമ്മിറ്റിക്ക് എന്തുകൊണ്ട് പിൻവലിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രമേയം പാസ്സാക്കിക്കൊണ്ട് പോകാൻ പറ്റില്ല. അത് നമുക്ക് DCCയിലേക്കോ ഉള്ള കമ്മിറ്റികളിലേക്കോ ഒരു നിർദ്ദേശം കൊടുക്കുക, അതിനനുസരിച്ച് ഒരു തീരുമാനം അവർ പറയുന്ന തീരുമാനം വേണം നമ്മൾ എടുക്കാൻ. അതായത് അങ്ങനെ ഒരു തീരുമാനമെടുത്തു, പാർട്ടി വിപ്പ് പറഞ്ഞതനുസരിച്ച് കാര്യങ്ങൾ ഈ പങ്കെടുത്തില്ല. പക്ഷെ അതിനുശേഷം ഇവിടെ വരുന്നത്, ഈ സ്ഥലത്ത് വരുന്നത്, ഇവരോടൊപ്പം നിൽക്കുന്നത് ഒരു ദിയ ബിനു പുളിക്കക്കണ്ടമാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. എന്തായാലും ജനാധിപത്യ വിധി അംഗീകരിക്കുന്നു എന്നാണ് ദിയ ബിനുവിന്റെ ആദ്യ പ്രതികരണം. നല്ലത് ചെയ്തു, നീതി ചെയ്തു എന്ന വിശ്വാസത്തോടെയാണ് പുറത്തേക്ക് പോകുന്നത്. ഒരു കൗൺസിലറായി തുടരും, തന്റെ പഠനവും തുടരും എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി തന്നെ കാണുന്നു എന്നുള്ള പ്രതികരണവുമാണ് നിലവിൽ നടത്തിയിരിക്കുന്നത്.